ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് മുതൽ പുതിയൊരു ഉദ്യമത്തിന് തയ്യാറെടുക്കുകയാണ്. വേറൊന്നുമല്ല കേട്ടോ, നടക്കാൻ പോകാനായിട്ട്. കുറേ നാൾ കൊണ്ടുള്ള ഒരാഗ്രഹം നടക്കണമെന്ന്. പക്ഷേ ഈ റോഡിലെല്ലാം പട്ടികളാണ് രാവിലെ. എനിക്ക് ഭയങ്കര പേടിയതിനെ. അപ്പോൾ നടക്കാൻ പോയി വല്ല പട്ടിയുടെ കടിയൊക്കെ കൊണ്ടാൽ എന്താകും, അതുകൊണ്ട് വിചാരിച്ച് നടന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ, ഇന്നലെ ഏട്ടാ എന്നോട് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പോകാം. ഞാൻ നടക്കാൻ പോകുന്നില്ല, നീ വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും എൻ്റെ വെയിറ്റ് കുറയ്ക്കണമെന്നും ഭയങ്കര ആഗ്രഹം. ഇവിടെയൊക്കെ മാങ്ങ വീണ് കിടക്കുന്നു. ഞാനിതൊന്ന് എടുത്തോട്ടെ. അച്ചാർ വയ്ക്കാം. അല്ല, ഇത് കൊള്ളത്തില്ല, പൊട്ടിപ്പോയി. ഇതും വെക്കണോ? അവിടെ ചെന്നിട്ട് എടുക്കാം. ഫോൺ കയ്യിലിരുന്നോട്ടെ. അതെൻ്റെ കയ്യിൽ ഫുൾ ടൈം ഉള്ളത് എനിക്കൊരു ധൈര്യമാണ്. അപ്പോൾ സ്റ്റേഡിയത്തിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ എല്ലാവർക്കും വെൽക്കം ടു നമ്മുടെ പുതിയ എപ്പിസോഡ്. ഈ കാര്യം എൻ്റെ പ്ലാനിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, എനിക്ക് വാക്കിംഗ് ഷൂവോ റണ്ണിങ് ഷൂവോ ഇല്ല, ട്രാക്ക് സ്യൂട്ട് ഇല്ല, പിന്നെ ഉണ്ടായിരുന്ന ടീഷർട്ടും അത്യാവശ്യം സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു പാൻറ്റും പഴയ ഒരു ഷൂസും ഒക്കെ എടുത്തിട്ടുണ്ടാണ് വന്നത്. പിന്നെ നമ്മുടെ മാർഗ്ഗമല്ലല്ലോ വലുത്, ലക്ഷ്യമല്ലേ വലുത്. വെയിറ്റ് കുറയ്ക്കുക, ഫിറ്റ് ആകുക. എന്തായാലും നോക്കാം. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് അങ്ങനെ മാറി. ആദ്യം 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നടന്നു. റെസ്റ്റ് അങ്ങനെ ഇല്ല, ചെറിയ രീതിയിൽ നടക്കും, പിന്നെ കുറച്ച് സ്പീഡ് നടക്കും. ഇന്നിപ്പോൾ ഓട്ടോ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഐഡലി കഫേ കണ്ടത്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള സ്പീഡിൽ നടത്തുമല്ല, ചുമ്മാ ഒരു വാക്കിംഗ്. എന്നാലും അത്യാവശ്യം സ്പീഡിൽ നടന്നു. നമ്മൾ 2ാമത്തെ റൗണ്ട് തൊട്ട് വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഐഡലി കഫേ വന്ന് ഒരു ഫിൽറ്റർ കോഫിയും വാങ്ങിച്ചു. ചെറുതായിട്ടൊരു വിശപ്പ്, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഇഡലിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴെല്ലാം ഭയങ്കര തിരക്കായതുകൊണ്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകാറാണ് പതിവ്. പക്ഷേ ഇന്ന് രാവിലെ ആയതുകൊണ്ടാകണം ഇവിടെ ആരുമില്ല. അപ്പോൾ പിന്നെ കഴിച്ചു കളയാന്ന് കരുതി അങ്ങനെ ഇഡലി വന്നു, സാമ്പാർ വന്നു, ചട്നി വന്നു. പിന്നെ ഫിൽറ്റർ കോഫി നല്ല അടിപൊളിയാണ് ഇവിടുത്തെ. എനിക്ക് ഇഡലി സാമ്പാറൊക്കെ ആസ് യൂഷ്വൽ എല്ലായിടത്തെയും പോലെയൊക്കെ തന്നെ തോന്നി, കുഴപ്പമില്ല. പിന്നെ ഈ നടന്നതിൻ്റെ കാലിന് നല്ല വേദനയുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഇതിനെക്കാട്ടി വേദനയായിരിക്കും. നമ്മൾ സാധാരണ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ കാണത്തില്ല, പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വേദന വരത്തില്ല. അപ്പോൾ വേദന ഉണ്ടാവോ ഇല്ലയെന്നൊക്കെ നാളെ അറിയാം. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഈ കഴിക്കൽ പരിപാടി ഇന്ന് മാത്രമേ ഉള്ളെന്ന്. ഇന്നത് നടന്നൊക്കെ കഴിഞ്ഞു. 5 റൗണ്ട്സ്. എത്ര കേട്ടോ ഇതിൻ്റെ ഒരു ചുറ്റളവ്? 1.5 കിലോമീറ്റർ. അപ്പം 5 റൗണ്ട് നടന്നപ്പം 5-7.5 കിലോമീറ്റർ നടന്നു. അടിപൊളി. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവാണ്. ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യം പെട്ടെന്നൊരു ദിവസം ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറുന്നത്. ആക്ച്വലി 2nd ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. കാല് നല്ല കഴച്ചൊടിഞ്ഞിരിക്കുകയാണ്, പക്ഷെ കയറിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ വന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റിന് ശേഷം ഞാൻ പോയി കുളിച്ചു. എന്നിട്ട് വന്നിട്ട് ഒരു പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. ഇത് ആക്ച്വലി ഒരു കൊങ്ങിണി വിഭവമാണ്. എനിക്ക് സൂര്യ ഒരു ദിവസം മാവ് തന്ന് ഞാൻ ഉണ്ടാക്കി അടിപൊളിയാണെന്ന് തോന്നിയത് കൊണ്ട് ഇന്ന് ഉണ്ടാക്കുക. അപ്പോൾ തലേ ദിവസമേ പച്ചരി 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് തേങ്ങ തിരികിയത് ഈ പച്ചരിക്കകത്തേക്ക് ഇടുക. അതായത് 1 കപ്പ് തേങ്ങ. അതിനുശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് കായപ്പൊടി, അത്യാവശ്യം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ, അത് അടർത്തി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിനകത്തേക്ക് ഇടുക. ഇതിൻ്റെ പേര് മുരിങ്ങയില ദോശ എന്നാണ് കേട്ടോ. പക്ഷേ ബാറ്റർ അപ്പത്തിൻ്റെ, കാരണം അപ്പത്തിനല്ലേ നമ്മൾ തേങ്ങയും അരി പച്ചരിയും കൂടെ അരയ്ക്കുന്നത്. ദോശയാകുമ്പോൾ നമ്മൾ ഉഴുന്ന് ചേർക്കുമല്ലോ, ഇതിൽ ഉഴുന്നില്ല. അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് ഈ സാധനം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അന്നേരം തന്നെ നമുക്ക് ചുട്ട് കഴിക്കാം. ഇതാണ് ഐറ്റം. ഈ കായവും മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിന് കറി വേണ്ട എന്നതാണ് അഡ്വാൻറ്റേജ്. ഇന്നലെ രാത്രിയിൽ ഈ നടക്കാൻ പോകുന്നത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ ദോശ ഉണ്ടാക്കാം. അപ്പോൾ വന്നിട്ട് ഇത് മാത്രം അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ, കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന്. അങ്ങനെ ഇതാണ് മുരിങ്ങയില ദോശ. ഇത് ആദ്യമായിട്ട് കഴിച്ചപ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് സൂര്യ എനിക്കിതിൻ്റെ മാവ് കൊണ്ട് തന്ന് ആ ബാറ്റർ വെച്ച് ദോശ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. എന്നിട്ട് റെസിപ്പി അവൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു കൊങ്ങിണി വിഭവമാണ്, അടിപൊളി സംഭവം കേട്ടോ. ഹെൽത്തിയാണ്, ഇത്രയും മുരിങ്ങയില ചേരുന്നതല്ലേ. ഹായ്, ഞങ്ങൾ അമ്പലത്തിലുണ്ടാകുമ്പോൾ ഇന്ന് ചോറുണ്ടാക്കാൻ മടിയല്ല. ഇന്ന് ലാസ്റ്റ് ഡേ, ഇന്നലെയായിരുന്നു ഉത്സവം തീരുന്ന ദിവസം. ഇന്ന് അമ്പലത്തിൽ ഭഗവാന്റെ നാളാണ്. അപ്പോൾ സദ്യ ഉണ്ടെന്ന് പറഞ്ഞ്
എന്നാൽ പിന്നെ ഇവരോട് ചോദിച്ചാൽ പറഞ്ഞു അമ്മയെ വീട്ടിലിരുന്ന് മടുത്ത് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാ. ദിവ്യ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മേരെ മിസ് ചെയ്യുന്നുണ്ട്, കാരണം സ്മേരയായിട്ടായിരുന്നല്ലോ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അമ്പലത്തിലെത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. റോഡ് വരെ ക്യൂ. എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിൽ പോയാലോ എന്ന് ആലോചിച്ചു. അപ്പോഴാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് 2 ക്യൂ ഉണ്ട്. ഒന്ന് ബുഫേ ടൈപ്പും ഒന്ന് ഇലയിൽ സദ്യ കഴിക്കാം. ഇലയിൽ സദ്യ കഴിക്കുന്നതിനാണ് ഇത്രയും റോഡ് വരെയുള്ള ക്യൂ, അല്ലാത്തതിന് നമുക്ക് കുറച്ച് ക്യൂവേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഒക്കെ ആയിട്ടാണ് പോയത്. നമുക്ക് പ്ലേറ്റിൽ മതി, ഇലയിൽ കഴിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അത് കഴിച്ചിറങ്ങണമെങ്കിൽ ചിലപ്പോൾ 4 മണിയോളം സമയമാകും. ഞങ്ങൾ ആ എടുത്തത് നല്ലൊരു ഡിസിഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം കിട്ടി. ചോറ് കഴിച്ചു. നല്ല ഉഗ്രൻ സദ്യ ആയിരുന്നു. ഇന്ന് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് ഞങ്ങൾ ഉറങ്ങാനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ. ഒന്ന് കുളിച്ച് റെഡിയായി വീണ്ടും ഞങ്ങൾ ചേറായിൽ ഒരമ്പലം വരെ പോവാണ്. ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാം. അമൃതയുടെ കൂടെ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു തഴിക്ക് വാ, അവർ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും പിള്ളേരും കൊണ്ട് വെക്കേഷനാകുമ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പം അമൃത വരും. അമ്പലത്തിൽ പോകും, ചിലപ്പം ബീച്ചിൽ പോകും. ചേറായിൽ പണ്ട് ഞാൻ പോയിട്ടുണ്ട്, ചേറായി ബീച്ചിൽ. പാറു വന്നിട്ടില്ല, മിയ കുഞ്ഞായിരുന്നപ്പം വന്നിട്ടുണ്ട്. ദീപാരാധനയോട് അടുത്ത സമയത്താണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. ഇത് ചെറായിൽ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം, കൊങ്ങിണി അമ്പലമാണ്. ഒരുപാട് മരങ്ങളും ഒരുപാട് തണുപ്പും ഒക്കെ ഉള്ള ഒരു അമ്പലം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ അമൃതയ്ക്കൊരു റീൽ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ റീലെടുത്തു. ചെറായിലുള്ള വരാഹക്ഷേത്രമാണ്. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നല്ല ഭംഗിയുണ്ട്. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ. ഇവിടെ ഒരു ട്രാക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ രഥം കൊണ്ടുപോകുന്ന ഈ വഴിയിലാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഞങ്ങൾ ഈ അമ്പലത്തിന് പുറത്തായിട്ടാണ് ശിവൻ്റെ പ്രതിഷ്ഠ വരുന്നത്. അതൊക്കെ തൊഴുതു. ഇനി ചിലപ്പോൾ നമ്മളൊന്ന് ബീച്ചൊക്കെ ഒന്ന് കറങ്ങിയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. അങ്ങനെ അമ്പലദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ വലിയ വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടുണ്ട്. പിന്നെ പുറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പഴയ പാത്രങ്ങൾ, അതായത് ചീനഭരണികൾ, അത് നല്ല വലിപ്പത്തിലുള്ളവ, പിന്നെ പണ്ട് അമ്പലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, അതൊക്കെ ഇവിടെ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ഗോശാലയുണ്ട്. അവിടെ കുറേ പശുക്കളുണ്ട്. വിശാലമായ ഒരു ഗ്രൗണ്ട്, ആൽത്തറ, അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കുന്ന ആൾക്കാർ, പിന്നെ കുറേ ആൾക്കാരിരുന്ന് വർത്താനം പറയുന്നു. നമ്മൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊരു സീനറി. അങ്ങനെ അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ചെറായി ബീച്ചിലേക്ക് വന്നേക്കാണ്. ബീച്ചിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് കുറച്ചിങ്ങോട്ട് മാറിയൊരു സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. സൺസെറ്റൊക്കെ കഴിഞ്ഞ നേരത്താണ് ഇവിടെ എത്തിയത്. ബീച്ചിലേക്ക് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പാറു ശിവു ഒക്കെ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ അവരെ ഇവിടേക്ക് ഇറക്കാൻ നിർവാഹമില്ല. കാരണം തിരയുടെയൊക്കെ കാഠിന്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം ഇവിടെ തൊട്ടടുത്തുള്ളൊരു തട്ടുകടയിൽ കയറി കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് കൊള്ളാം. കടൽ ഭിത്തിയോട് ചേർന്ന് അവരൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, അതായത് സൺസെറ്റ് സമയമാണെങ്കിൽ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് പിന്നെ കുറേ നേരം കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. ഇതിനുശേഷം വരുന്ന വഴിക്ക് നമ്മൾ ഒരു ബജിക്കടയിൽ കയറി. അങ്ങനെ കുട്ടികളെല്ലാം അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പോകാം കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.